Good morning. Let us see how do you design a training program. അപ്പോൾ നമ്മൾ ട്രെയിനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സും പോളിസിയൊക്കെ ഡിസൈഡ് ചെയ്തു. ഇനി ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ടു ഡിസൈൻ എ ട്രെയിനിങ് പ്രോഗ്രാം എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോണത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മൾ പറയുന്നത് റെസ്പോൺസിബിലിറ്റി ഫോർ ട്രെയിനിങ്. അല്ലേ, ഒരു ട്രെയിനിങ് ഇഫക്റ്റീവ് ആവണമെങ്കിൽ, എന്ത് കാര്യവും ഇഫക്റ്റീവ് ആണെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ഓർഗനൈസ്ഡ് വെൽ. അപ്പോൾ ഓർഗനൈസേഷൻ നന്നായിട്ട് ഓർഗനൈസ് ചെയ്താൽ മാത്രമേ ട്രെയിനിങ് ഇഫക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ നന്നായി ഓർഗനൈസ് ചെയ്യണമെങ്കിൽ ദ റെസ്പോൺസിബിലിറ്റി ഫോർ ദ ട്രെയിനിങ് ഹാസ് ടു ബി ടേക്കൺ അപ്പ് ബൈ വേരിയസ് പേഴ്സൺസ്. ഒരാളൊന്നുമല്ല, ഒരുപാട് പേര് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്താൽ മാത്രമേ അത് ഇഫക്റ്റീവ് ആവുള്ളൂ. സോ ലെറ്റ് us see നമ്മൾ ആരൊക്കെയാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ക്ലിയർ? സോ ആദ്യം അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട ഒരു വ്യക്തി, ഇറ്റ് ഈസ് ദ ടോപ്പ് മാനേജ്മെൻറ്റ് ആണ്. ടോപ്പ് മാനേജ്മെൻറ്റ് ഏത് രീതിയിലാണ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത്? ഈ ടോപ്പ് മാനേജ്മെൻറ്റ് ഹാസ് ടു ഫ്രെയിം ഔട്ട്. ടോപ്പ് മാനേജ്മെൻ്റ് ആണ് ഫ്രെയിം ഔട്ട് ചെയ്യേണ്ടത് ട്രെയിനിങ് പോളിസി. ഫ്രെയിം ദ പോളിസി. ക്ലിയർ? ആൻഡ് ഹീ ഹാസ് ടു അപ്രൂവ് ദ പ്ലാൻ. ട്രെയിനിങ് പ്ലാൻ അപ്രൂവ് ചെയ്യണത് അവരാ. ട്രെയിനിങ് പ്ലാൻ ഉണ്ടാക്കുന്നത് അവരല്ല, ബട്ട് ഹി ഹാസ് ടു അപ്രൂവ്. Clear? And also one more responsibility is there. Budget is allocated by the top management. അപ്പോൾ 3 കാര്യങ്ങളാണ്. Top management is framing out the policy for training. He is approving the plans. Approve ചെയ്യുന്നേലൂ, പ്ലാൻ ചെയ്യണത് അവരല്ല. And budgets are being allocated for the training. This is the responsibility of the top management towards the training. ക്ലിയർ? അപ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റിന് 3 ഇമ്പോർട്ടൻറ്റ് റെസ്പോൺസിബിലിറ്റി ആണ്. ഒന്ന് പോളിസി ഫ്രെയിം ഔട്ട് ചെയ്യുക, ഒന്ന് അപ്രൂവ് ചെയ്യുക, ആൻഡ് തേർഡ് വൺ ഇസ് ദാറ്റ് ബഡ്ജറ്റ്സ് ആർ ബീങ് അലോക്കേറ്റഡ്. റൈറ്റ്? ആൻഡ് ദ സെക്കൻഡ് ഇസ് ദ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ്. ഇറ്റ് ഈസ് ദ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ദ HR ഡിപ്പാർട്ട്മെൻറ്റ് ഹൂ ഈസ് മോർ റെസ്പോൺസിബിൾ. സോ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് ടു പ്ലാൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ദ ടോപ്പ് മാനേജ്മെൻറ്റ് ഈസ് അപ്രൂവിങ് ദ പ്ലാൻ. ഇറ്റ് ഈസ് ദ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹൂ പ്ലാൻസ് ദ ട്രെയിനിങ് പ്രോഗ്രാം. എന്തൊക്കെയാണ് ട്രെയിനിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? വാട്ട് ആർ ദ ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ഈസ് ടു ബി പ്രൊവൈഡഡ് ഇൻ ദ ട്രെയിനിങ്? ഇറ്റ് ഈസ് പ്ലാൻഡ് ബൈ ദ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ്. Right? So these are the 2 responsibility that is taken by the personal department. One is that they plan for the training and they give that plan to the top management, which who approves that, right? And instructions are being provided. എന്തൊക്കെ പ്രോഗ്രാംസാണ് കണ്ടക്ട് ചെയ്യേണ്ടത് അതൊക്കെ അവരാണ് പ്ലാൻ ചെയ്യണത്. ഈ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന പ്രോഗ്രാംസ് ഇവാലുവേറ്റ് ചെയ്യാണ് അവർ. വെദർ ഇറ്റ് ഈസ് പ്രോപ്പർ ഫോർ ദ പേഴ്സൺസ്, അഡിക്വേറ്റ് ആയിട്ടുള്ള പ്ലാൻ ആണോ നമ്മളുടെ ഉള്ളത്, അതൊക്കെ ഇവാലുവേറ്റ് ചെയ്യണത് പേഴ്സണൽ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ക്ലിയർ? ആൻഡ് തേർഡ് വൺ ഇസ് ദാറ്റ് ദി സൂപ്പർവൈസർ. എംപ്ലോയി ആരായിട്ടാണ് കൂടുതൽ ലിങ്ക് ചെയ്യണത്? സൂപ്പർവൈസർ ആയിട്ടാണ്. ഈ ഒരു ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർവൈസറാണ് ഈ ട്രെയിനിങ്ങിൽ നടത്തിയിട്ടുള്ള പുതിയ വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് വർക്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക ട്രെയിനിങ് പ്രോഗ്രാമിനാണ്. പലപ്പോഴും നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പുതിയ ടെക്നോളജിയൊക്കെ ട്രെയിനിങ് പ്രോഗ്രാമിന് പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സൂപ്പർവൈസർ ഹൂ ഇംപ്ലിമെൻറ്റ്സ് ദാറ്റ്. ഇറ്റ് ഈസ് ദ സൂപ്പർവൈസർ ഹൂ ഇംപ്ലിമെൻറ്റ്സ് ദാറ്റ് ഇൻ ഹിസ് വർക്ക്. ആ വർക്കിൽ അയാളാണ് അത് ട്രെയിനിങ് കഴിഞ്ഞിട്ട് ആ ട്രെയിനിങ്ങിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ടാസ്ക് ആർക്കാ? Supervisor. So supervisor is responsible for the implementation of various plans. Clear? So it is a top management who approves the plan. It is the personal department who plans for the activity, and it is the supervisor who implements that plan. Right? And finally ആരാ? ഫൈനലി റെസ്പോൺസിബിൾ ആവേണ്ട ആളാരാ? ട്രെയിനിങ് അണ്ടർഗോ ചെയ്യേണ്ട ആൾ. ട്രെയിനിങ് അണ്ടർഗോ ചെയ്യണ ആളാരാ? ഇറ്റ് ഈസ് ദ എംപ്ലോയി ഹൂ അണ്ടർഗോസ് ദ ട്രെയിനിങ്. സോ ദ ലാസ്റ്റ് പാർട്ടി ഈസ് എംപ്ലോയി ആണ്. അപ്പോൾ എംപ്ലോയി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അവർക്ക് കിട്ടിയിട്ടുള്ള ട്രെയിനിങ് അഡിക്വേറ്റ് ആണോ? ഈസ് ഇറ്റ് അഡിക്വേറ്റ്? ട്രെയിനിങ് അഡിക്വേറ്റ് ആണോ എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആൻഡ് ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ട്രെയിനിങ്ങിനുള്ള ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യണം. റിവിഷൻസ് ആർ കണ്ടക്റ്റഡ്. റിവിഷൻസ് എന്തെങ്കിലും വേണമെങ്കിൽ ആ റിവിഷൻസ് കണ്ടക്ട് ചെയ്യണം. ഇനി പുതിയ റിവിഷൻ വല്ലതും ട്രെയിനിങ് ഇത്ര പോരാ എന്നുണ്ടെങ്കിൽ ചെയ്യണം. ആൻഡ് ഈവൻ സജഷൻസ് ഫോർ ദ ട്രെയിനിങ് ഇസ് ഗിവൺ ബൈ ദ. സോ ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ എംപ്ലോയീസ് ടു പ്രൊവൈഡ് ഗുഡ് ഫീഡ്ബാക്ക്. അഡിക്വേറ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യണം. റിവിഷൻസ് എന്തെങ്കിലും ട്രെയിനിങ്ങിന് വേണോ എന്നുള്ളത് പറയണം. ആൻഡ് ടു പ്രൊവൈഡ് സജഷൻസ് ഫോർ ദ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദ ട്രെയിനിങ് പ്രോഗ്രാം.
റൈറ്റ്. അപ്പോൾ ഇതാണ് നമ്മളുടെ എംപ്ലോയീസിൻ്റെ റെസ്പോൺസിബിലിറ്റി. സോ ദർ ആർ റെസ്പോൺസിബിലിറ്റി ലൈസ് വിത്തിൻ ദ 3 പാർട്ടീസ്. ഏതൊക്കെയാ പാർട്ടീസ്? ടോപ്പ് 4 പാർട്ടീസ് ഉണ്ട്. ടോപ്പ് മാനേജ്മെൻറ്റ് ഹാസ് ടു സീ ദാറ്റ് ഈസ് ഫ്രെയിമിംഗ് ദ പോളിസി, approving the training plans and the budgets also. And next is the personnel department who plans out that program, and next is the supervisor who implements that, and next is the employee who is responsible to provide feedback for the training, right? And next is first is responsibility for training, second is selection, right? Selection and motivation of the trainees. Selection and motivation of trainees il endha cha, who is to be trained. ആദ്യം സെലക്ഷൻ പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. സെലക്ഷൻ പാർട്ട്, ഹൂ ഇസ് ടു ബി ട്രെയിൻഡ്, ആരാണ് ട്രെയിൻ ചെയ്യേണ്ടത്, ട്രെയിൻ ചെയ്യേണ്ട ആൾക്കാർ ആരാന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ചിലപ്പോൾ പുതിയ എംപ്ലോയീസ് വരുമ്പോൾ, വെൻ ന്യൂ എംപ്ലോയീസ് ആർ ബീങ് അപ്പോയിൻറ്റഡ്, ഓൾഡ് എംപ്ലോയീസ് ബിക്കംസ് ഔട്ട്ഡേറ്റഡ് അല്ലേ. പുതിയ ആൾക്കാർക്കാവും ചിലപ്പോൾ കൂടുതൽ വിവരം, ടെക്നോളജിയും ഒക്കെ. അപ്പോൾ ഓൾഡ് എംപ്ലോയീസ് വിൽ ബി ഔട്ട്ഡേറ്റഡ്. സോ അവർക്കാവും ചിലപ്പോൾ ട്രെയിനിങ് ആവശ്യം. നേരെ തിരിച്ചും വരാം. വെൻ ന്യൂ എംപ്ലോയീസ് ആർ അപ്പോയിൻറ്റഡ്, ഓൾഡ് പീപ്പിൾ വിൽ ഹാവ് മോർ എക്സ്പീരിയൻസ്. സോ ഓൾഡ് വിൽ ഹാവ് മോർ നോളേജ് ആൻഡ് ദ ന്യൂ എംപ്ലോയീസ് നീഡ് ടു ബി ട്രെയിൻഡ്. ആരാണ് അൺസ്കിൽഡ്? ന്യൂ എംപ്ലോയീസ് ആണോ ഓൾഡ് എംപ്ലോയീസ് ആണോ? ഇറ്റ് ഡിഫേഴ്സ് ഫ്രം വൺ ഓർഗനൈസേഷൻ ടു അനദർ, റൈറ്റ്? ആൻഡ് ആരാണ് സെമി സ്കിൽഡ് വർക്കേഴ്സ്? അപ്പോൾ ആർക്കാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ടുള്ള ഒരു കെയർഫുൾ സ്ക്രീനിങ് മസ്റ്റ് ബി ദെയർ. സെലക്ഷൻ പ്രോസസ്സിലുള്ള ഒരു കാര്യമാണ് സ്ക്രീനിങ് ഓഫ് എംപ്ലോയീസ്. എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കുമ്പോൾ ദാറ്റ് വിൽ നോട്ട് ബി പ്രോപ്പർ. Only training will be effective only if it is conducted in small groups. In the last class I have mentioned. So a careful screening of the employees must be there. Only then it will lead to effectiveness in the program. Clear? And also one more thing is that വെറുതെ blank ആയിട്ട് നമ്മൾ ഒരാളെ ട്രെയിൻ ചെയ്തിട്ട് കാര്യമില്ല. An intense desire should be there. Only when you have a desire you will feel like getting something. അല്ലേ? നമുക്ക് ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഉണ്ടാവണം. Strong desire must be there. Also the interest must be there on the part of employees. Only those persons who are interested should be selected, should be carefully screened. കാരണം only those who have that desire to learn will adapt to new technologies. Clear? അപ്പോൾ അവർക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം. അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ നമ്മൾ സ്ക്രീൻ ചെയ്തിട്ട് എടുക്കുള്ളൂ, റൈറ്റ്? അപ്പോൾ പിന്നെ ട്രെയിനി എപ്പോഴും ഒരു പുതിയ സ്കില്ല് അക്വയർ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവേണ്ടത്? നല്ല അയാളെക്കുറിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്, അതായത് അക്വയർ ചെയ്ത സ്കില്ല് തന്നെ വീണ്ടും വീണ്ടും പഠിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ല. സോ പുതിയ പുതിയ കാര്യങ്ങളാണ് വീണ്ടും വീണ്ടും പഠിക്കേണ്ടത്. സോ ആ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും ട്രെയിനിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം. അതാണ് ഇവിടെ ഉണ്ടാവേണ്ടത്. ആരാണോ ട്രെയിനിങ് അണ്ടർഗോ ചെയ്യണത് അയാളുടെ ബാക്ക്ഗ്രൗണ്ട് നോളേജ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓൺലി ഇഫ് യു നോ അബൌട്ട് ദ ബാക്ക്ഗ്രൗണ്ട് നോളേജ് നമുക്ക് ആ ട്രെയിനി ആപ്റ്റ് ആണോ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ക്ലിയർ? അപ്പോൾ ആ പഠിക്കുന്ന കാര്യങ്ങൾ പണ്ടത്തെ അറിയുന്ന കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആണോ? അപ്പോൾ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് വരുമ്പോൾ ട്രെയിനർക്ക് ആ ട്രെയിനിയെ കുറിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് നോളേജ് ഉണ്ടാവണം. ഓൺലി ദെൻ ദ ട്രെയിനിങ് വിൽ ബി മോട്ടിവേറ്റിംഗ് ടു ദ ട്രെയിനീസ്. ആ ട്രെയിനിങ് പ്രോഗ്രാം മോട്ടിവേറ്റിങ്ങും ഇൻസ്പയറിങ്ങും ആവണമെങ്കിൽ അയാളെ കുറിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഉണ്ടാവണം. എന്നാൽ മാത്രമേ പുതിയ കാര്യങ്ങൾ കൃത്യമായിട്ട് ഡെലിവറി ചെയ്യാൻ ട്രെയിനർക്ക് പറ്റുള്ളൂ. സോ ദിസ് ഇസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ട്രെയിനിങ്. സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ദ സെലക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ഓഫ് ദ ട്രെയിനീസ്. അപ്പോൾ ട്രെയിനിങ് നടത്തുന്നതിൻ്റെ റെസ്പോൺസിബിലിറ്റി 4 ആൾക്കാരെ ഏറ്റെടുത്തു. അതിൻ്റെ ആരാണ് ട്രെയിനിങ് നടത്തേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യും ചെയ്തു. ആൻഡ് തറോ മോട്ടിവേഷൻ ഇസ് ബീങ് പ്രൊവൈഡഡ് ടു ദ ട്രെയിനീസ്. ദിസ് ഇസ് ദ ഫസ്റ്റ് 2 സ്റ്റെപ്സ്. എന്നാൽ ആദ്യത്തെ 2 സ്റ്റെപ്പ് എടുക്കുന്നുള്ളൂ. അടുത്ത 5 സ്റ്റെപ്പ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു?